ചേലക്കരയുടെ മനസ്സിൽ തങ്ങളുടെ പ്രതിനിധിയായി കണ്ടുവച്ചിരിക്കുന്നത് ആരെയാണ്? രമ്യ ഹരിദാസിനെയാണോ അതോ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണോ UR പ്രദീപ്, അതോ BJPയുടെ സ്ഥാനാർത്ഥിയാണോ? അതുമല്ല എങ്കിൽ ഇനിയും ഒരു അട്ടിമറി കറുത്ത കുതിര എന്ന നിലയിൽ DMK അൻവറിൻ്റെ പാർട്ടിയായ DMKയുടെ സ്ഥാനാർത്ഥി സുധീറിനെയാണോ? ഇവിടെ ചോദ്യം ഉത്തരം രണ്ട് പേരിലേക്ക് ഒതുങ്ങുകയാണ്. ഒന്നുകിൽ UR പ്രദീപ് എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി, അല്ല എങ്കിൽ രമ്യ ഹരിദാസ് എന്ന UDF കോൺഗ്രസ് സ്ഥാനാർത്ഥി. രണ്ടുപേർക്കും തുല്യമായ വിജയസാധ്യത ഇപ്പോഴത്തെ നിലയിൽ ഉണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന ഒരു മണ്ഡലം. പാലക്കാട് മണ്ഡലത്തിൽ വിവാദങ്ങളുടെ പെരുമഴക്കാലമായിരുന്നു ഉപതെരഞ്ഞെടുപ്പിന്. വയനാടിൽ ഒരു മത്സരമേ ഉണ്ടായില്ല, പ്രിയങ്ക ഗാന്ധിയുടെ തേരോട്ടം. എന്നാൽ ചേലക്കര കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണവും ഒക്കെയായിരുന്നു. അതുകൊണ്ട് ഒരു ചേലുണ്ടായിരുന്നു ചേലക്കരയ്ക്ക്, തിരഞ്ഞെടുപ്പ് പ്രചരണം കാണാനും അതിനെ വിലയിരുത്താനും. അതുകൊണ്ടാണ് അത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ചിത്രം വ്യക്തമായി, വോട്ടിംഗ് ശതമാനം ഇപ്പോൾ വ്യക്തമായി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 77-നോടടുപ്പിച്ച് ഉണ്ടായിരുന്ന പോളിംഗ് ശതമാനം ഇപ്രാവശ്യം കുറഞ്ഞ് 72-നോടടുപ്പിച്ച് ഒരു ശതമാനത്തിലാണ്. ഒരു 4.5% അല്ലെങ്കിൽ 5% വോട്ട് വിഹിതം കുറഞ്ഞിരിക്കുന്നു മൊത്തത്തിൽ. അതെങ്ങനെയാണ് ബാധിക്കുക, ആരെയാണ് ബാധിക്കുക, വിജയപരാജയങ്ങൾ ആരെയാണ് ബാധിക്കുക? നമുക്കറിയാം, പൊതുവേ ഉള്ള ഒരു ചിന്ത പാലക്കാട് ജില്ല ചുവന്ന കോട്ടയാണ്, ചെഞ്ചുവപ്പണിഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ ശക്തിദുർഗം. പക്ഷേ പാലക്കാട് എല്ലാ മേഖലകളിലും അങ്ങനല്ല. ഉദാഹരണത്തിന് പാലക്കാട് നിയമസഭാ മണ്ഡലം, അവിടെ ഇടതുപക്ഷത്തിൻ്റെ ഗതകാല പ്രതാപം അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ BJPയും കോൺഗ്രസും ഒക്കെ തന്നെയാണ് മുഖ്യകക്ഷികൾ. CPMനൊരു സ്ഥാനാർത്ഥിയെപ്പോലും അവിടെ നിർത്താൻ കഴിഞ്ഞില്ല. സരിൻ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഒരു തന്ത്രം എന്ന നിലയിൽ അവിടെ ഫീൽഡ് ചെയ്തത്. എന്നാൽ ചേലക്കരയിൽ അങ്ങനെയല്ല. ഏറെക്കാലമായി ഇടതുപക്ഷം ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച 5-6 തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണ്. അവിടെ K രാധാകൃഷ്ണൻ എന്ന വിഖ്യാതനായ ആൾ, അദ്ദേഹം മണ്ഡലത്തിൻ്റെ പ്രതിനിധിയാണ്, സ്വന്തം ആളാണ്, പിന്നാക്ക വിഭാഗക്കാരനായ മന്ത്രിസഭയിലെ ദളിത് മുഖമായിരുന്നു. അദ്ദേഹം ഇന്ന് ലോക്സഭയിലെ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ, ഇടയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിട്ടുനിന്നു. അന്നേരം ഈ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ UR പ്രദീപ് വിജയിച്ചു. അന്ന് രാധാകൃഷ്ണൻ ലഭിച്ച അത്രയും ഭൂരിപക്ഷം ലഭിച്ചില്ല, കേവലം 10,000 വോട്ടിനാണ് UR പ്രദീപ് അന്ന് ജയിക്കുന്നത്. എന്നാൽ K രാധാകൃഷ്ണനും UR പ്രദീപും മറ്റിടതുപക്ഷ എല്ലാവരും കൂടി ചേർന്ന് 8 തവണയാണ് കഴിഞ്ഞ 14 മണ്ഡലം രൂപീകരിച്ച് 65-ന് ശേഷമുള്ള 14 തെരഞ്ഞെടുപ്പുകളിൽ 8 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിച്ചപ്പോൾ ഓർക്കുക, 6 തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചിട്ടുണ്ട്. കോൺഗ്രസ്സുകാരൻ KK ബാലകൃഷ്ണൻ ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് കോൺഗ്രസിനും UDFനും ബാലികേറാമലയാണ് ചേലക്കര എന്ന് പറയാനാവില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിനും UDFനും തുല്യ സാധ്യതകൾ ഉള്ള ഒരു മണ്ഡലം തന്നെയാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഭരണവിരുദ്ധ വികാരം ഏതെങ്കിലും രീതിയിൽ പ്രതിഫലിച്ചാൽ, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് ദിനം, ആ തിരഞ്ഞെടുപ്പ് നടന്ന ദിവസം EP ജയരാജൻ്റെ ബുക്കുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദം ഉൾപ്പെടെ ചില വിഷയങ്ങൾ ഒരുപക്ഷെ ചേലക്കരയിലെ മനസ്സിനെ ചെറിയ തോതിലെങ്കിലും ഉലച്ചിരിക്കാം. വലിയ മാറ്റങ്ങൾ അതുകൊണ്ടുണ്ടാവില്ല. അന്തിമാളൻകാവിലെ ഉത്സവം സംബന്ധിച്ച വിവാദം, അങ്ങനെ പാലക്കാടുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ശാന്തമായിരുന്നു, വളരെ പ്രൗഢഗംഭീരമായിരുന്നു ചേലക്കരയിലെ മത്സരചിത്രം. അതുകൊണ്ടാണ് ചേലക്കരയിൽ വലിയ സ്റ്റേക്സ് ആർ വെരി ഹൈ ഫോർ ബോത്ത് UDF ആൻഡ് LDF. കാരണം LDFനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് K രാധാകൃഷ്ണൻ അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 39,000-ലധികം വോട്ടിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ്, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് കേവലം 5,000-ൽ താഴെ വോട്ടിനാണ് K രാധാകൃഷ്ണനേക്കാൾ പിന്നിട്ട് നിന്നത്. അതുമാത്രമല്ല, അതിന് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന് അവിടെ ഭൂരിപക്ഷമുണ്ടായിരുന്നു. ചേലക്കരയിൽ രമ്യ ഹരിദാസിന് ചേലക്കര നിയമസഭാ സെഗ്മെൻറ്റിൽ മേൽക്കൈ ഉണ്ടായിരുന്നു എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് രമ്യ ഹരിദാസിന്
ഇത് ശക്തമായ പിൻബലം അവിടെയുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ പ്രത്യേക പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 പ്രാവശ്യം മത്സരിച്ചു. 1 പ്രാവശ്യം ചേലക്കരയിലെ ആളുകൾ രമ്യ ഹരിദാസിന് അനുകൂലമായി വോട്ട് ചെയ്തു. അടുത്ത പ്രാവശ്യം ചെറിയൊരു മാർജിനിലാണ് രമ്യ ഹരിദാസ് പരാജയപ്പെടുന്നത്. ഇതാ രമ്യ ഹരിദാസ് വീണ്ടും മത്സരിക്കുന്നു. സ്വാഭാവികമായി കോൺഗ്രസ് പാർട്ടിയിൽ പൊതുവേ ഉള്ള പടലപിണക്കങ്ങളുടെ ഇരയാകേണ്ടതാണ് രമ്യ ഹരിദാസ്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ വിവാദ നായകന്മാരായി മാറി പാലക്കാട്. പക്ഷേ രമ്യ ഹരിദാസ് കാര്യമായ വിവാദങ്ങളിലൊന്നും ചെന്ന് പെടാതെ, കാര്യമായ സംഘടനാ ദൗർബല്യങ്ങളൊന്നും പ്രകടമാക്കാതെ കോൺഗ്രസ് പാർട്ടി വേണ്ട ഗൃഹപാഠം ചെയ്തുകൊണ്ട് തന്നെയാണ് മത്സരിച്ചത്. CPM-നെ സംബന്ധിച്ചിടത്തോളം യാതൊരു പൊട്ടിത്തെറിയും അവിടെ ഉണ്ടായില്ല. UR പ്രദീപ് എന്നത് കെ രാധാകൃഷ്ണൻ്റെ നേർ പിൻഗാമി തന്നെയാണ്. അദ്ദേഹത്തിന് ന്യായമായ അവസരം ലഭിക്കേണ്ടതാണ് എന്ന ചിന്ത, ഒരു മുറുമുറുപ്പുകളും ഉണ്ടായില്ല. BJP പാളയത്തിലും അവിടെ മത്സരിക്കുന്ന ബാലകൃഷ്ണനെതിരെയും മുറുമുറുപ്പുകൾ ഉണ്ടായില്ല. BJP സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. BJP സാന്നിധ്യം വർദ്ധിപ്പിച്ചാൽ, വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചാൽ, ഒരു 30,000-ലധികം വോട്ടിലേക്കൊക്കെ നീങ്ങിയാൽ, അങ്ങനെ നീങ്ങാൻ സാധ്യതയില്ല, 20,000-ൽ കൂടുതൽ വോട്ടിലേക്ക് നീങ്ങിയാൽ തീർച്ചയായും അത് 2 സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ ബാധിക്കും. അതെങ്ങനെയാണെന്ന് കൃത്യമായി പറയാനാവില്ല. 2 പാർട്ടികളും CPM-ഉം കോൺഗ്രസും നിരന്തരം പരസ്പരം ആക്ഷേപിക്കുന്നത് BJP ബന്ധം ചൊല്ലിയാണ്. ഇപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്നത് CPM ആണ്. EP ജയരാജനും CPM-ൻ്റെ പല നേതാക്കളും ഒക്കെ BJP-യുമായി നടത്തുന്ന ചില നീക്കങ്ങളെക്കുറിച്ച് പൊതുസമൂഹം കാര്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ADGP അജിത് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ RSS നേതാക്കളെ കണ്ടു എന്ന വാർത്ത അത് സ്ഥിരീകരിക്കാവുന്ന രൂപത്തിൽ വരുമ്പോൾ ഒരു അന്തർധാര CPM-ഉം BJP-യും തമ്മിൽ ഒരു അന്തർധാര ഉണ്ട് എന്ന് മുൻപ് പറഞ്ഞാൽ അത് കെട്ടുകഥ മാത്രമാണെന്ന് ജനം വിശ്വസിക്കുമായിരുന്നു. ഇന്ന് കുറേ പേരെങ്കിലും വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ചെറിയ അന്തർധാര ഒരു മേൽത്തട്ടിലെങ്കിലും ഉണ്ട്. താഴ്ത്തട്ടിലേക്ക് തിരഞ്ഞെടുപ്പ് ചിത്രം മാറ്റിമറിക്കാൻ തക്ക രീതിയിലേക്ക് അത് വളർന്നിട്ടുണ്ടോ എന്നത് മാത്രമാണ് ഇവിടെ കാതലായ ചോദ്യം. എന്നാൽ 4ാം സ്ഥാനാർത്ഥി PV അൻവർ നിർത്തിയ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ ഒരു പരീക്ഷണമാണ്. ഒരു വലിയ ഭാഗ്യപരീക്ഷണം എന്ന് പറയുന്നതിനേക്കാൾ പ്രസക്തിയുള്ളത് അഗ്നി പരീക്ഷയാണ് PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെയും നിർത്താതെ തന്നെ തനിക്ക് വലിയ രീതിയിൽ സ്വാധീനമുണ്ട്, മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ആ പ്രദേശങ്ങളിലൊക്കെ വലിയ ഒരു പിന്തുണ തനിക്കുണ്ട് എന്ന് ക്ലെയിം ചെയ്ത് നടക്കാമായിരുന്നു. ഇപ്പോൾ ചെമ്പ് പുറത്താകാൻ പോവുകയാണ്. PV അൻവർ പറയുന്നത് എന്ത് കാരണവശാലും 20,000-ൽ കൂടുതൽ വോട്ട് സുധീർ എന്ന തൻ്റെ സ്ഥാനാർത്ഥി പിടിച്ചിരിക്കും. മുൻ കോൺഗ്രസ്സുകാരൻ കൂടിയാണ് അദ്ദേഹം, പിടിച്ചിരിക്കും. അത് സംഭവിക്കാൻ കാര്യമായ സാധ്യത ഞാൻ കാണുന്നില്ല. 10,000 വോട്ട് പിടിക്കുന്നത് ഒരുപക്ഷെ സ്വാഭാവികമായിരിക്കാം. 20,000 വോട്ട് പിടിച്ചാൽ തീർച്ചയായും അത് നമുക്ക് ആദ്യഘട്ടത്തിൽ സൂചിപ്പിക്കാവുന്നത് PV അൻവർ ഇടത് സ്വതന്ത്രനായിരുന്നതുകൊണ്ട് ഇടതുപക്ഷത്തിൽ PV അൻവറിനോട് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വോട്ടുകൾ സുധീറിലേക്ക് മറിയുകയാണെങ്കിൽ ഒരുപക്ഷെ UR പ്രദീപിൻ്റെ സാധ്യതകൾക്ക് ചെറിയ മങ്ങൽ ഏൽക്കാം. പക്ഷെ അങ്ങനെ ആകണമെന്നില്ല. PV അൻവർ ഉയർത്തുന്ന വാദങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെയാണ്, ശ്രീ പിണറായി വിജയനെതിരെയാണ്, CPI മാർക്സിസ്റ്റിനെതിരെയാണ്. അങ്ങനെയെങ്കിൽ ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിനെ പോലെ BJP-യെ പോലെ അൻവർ ഉയർത്തുന്നു. അപ്പോൾ ഭരണവിരുദ്ധ വികാരം 3ആയി ചിതറിപ്പോകുമ്പോൾ കോൺഗ്രസിലേക്കും അതുപോലെ BJP-യിലേക്കും അൻവറിൻ്റെ സ്ഥാനാർത്ഥി സുധീറിലേക്കും ചിതറിപ്പോകുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായ ഒരു മെച്ചം ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടുമല്ലോ. അതതിൻ്റെ ലോജിക്കാണ്. അങ്ങനെ സംഭവിച്ചാൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് ദോഷകരമായി വരും. അപ്പോൾ കൃത്യമായി നമുക്ക് ആർക്കും ഇത് ഗണിച്ചറിയാനാവില്ല. അൻവറിൻ്റെ സ്ഥാനാർത്ഥിയുടെ വോട്ട് ആർക്ക് ലഭിക്കേണ്ടിയിരുന്ന വോട്ടാണ്. വിജയ പരാജയങ്ങളെ തീരുമാനിക്കാൻ തക്ക ഒരു ബലം അതിനുണ്ടാകുമോ? ആര് ജയിച്ചാലും എൻ്റെ ഒരു ചിന്ത കേവലം വളരെ ചെറിയ ഭൂരിപക്ഷത്തിനായിരിക്കും, 3,000-4,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനുള്ളിലായിരിക്കാം ആ വിജയം അല്ലെങ്കിൽ പരാജയം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് രമ്യ ഹരിദാസിനും UR പ്രദീപിനും തുല്യ സാധ്യതകൾ തന്നെയാണ് ചേലക്കര മണ്ഡലത്തിലെ ജനം കാത്തുവച്ചിരിക്കുന്നത്. 72% വോട്ട് കുറഞ്ഞപ്പോൾ, പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ കാര്യമായ മടുപ്പൊന്നുമില്ലെങ്കിലും അത്യാവേശമൊന്നും തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിലെ വോട്ടർമാർ പ്രകടിപ്പിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഒരുപക്ഷെ ആ വോട്ടുകൾ ഇടതുപക്ഷത്തെ നിരാശരായ ആളുകളുടെ വോട്ടാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ വേണ്ട പോലെ പ്രവർത്തിക്കുന്നില്ല എന്ന ഒരു ചിന്തയുള്ള ഇടതുപക്ഷ അനുകൂലികളുടെ വോട്ടാണ് മരവിപ്പിക്കപ്പെട്ടതെങ്കിൽ അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ദോഷകരമാണ്.
അതല്ല എങ്കിൽ യു ഡി എഫിൻ്റെ പ്രചരണം നന്നാകുന്നില്ല, ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ യു ഡി എഫ് കാര്യമായി നിൽക്കുന്നില്ല എന്ന ചിന്ത കൊണ്ടാണ് മടുപ്പ് വന്നത്. യു ഡി എഫിൻ്റെ ആണെങ്കിൽ പൊതുവെ മരവിപ്പിക്കപ്പെടുന്ന യു ഡി എഫ് വോട്ടുകളാണ് എന്നാണ് പണ്ട് കാലം മുതലേയുള്ള വിശ്വാസം. അത് പൂർണ്ണമായി ശരിയല്ല താനും. അതുകൊണ്ട് എങ്ങനെയും തിരിയാവുന്ന രീതിയിലാണ് ചേലക്കരയിലെ പോളിംഗ് സൂചിപ്പിക്കുന്നത്.